വിപിനേട്ടാ, യൂറോപ്പിൽ പോകണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. അതിൽ മലയാളി എന്ന് പറയാനില്ല ഒരു വ്യക്തിയില്ല. കാരണം സത്യം പറഞ്ഞാൽ അത് പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്യണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലങ്ങളാണ് യൂറോപ്പിലുള്ള പല സ്ഥലങ്ങളും. ഇപ്പം വിപിനേട്ടൻ ഇപ്പോൾ യൂറോപ്പിൻ്റെ ട്രിപ്പ് നടത്താറുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീൽ ഒന്ന് പറയൂ. റാസിൽ പറഞ്ഞ പോലെ തന്നെയാണ് മിക്കവരുടെയും ബക്കറ്റ് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഡ്രീമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് യൂറോപ്പ്. യൂറോപ്യൻ ട്രിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേ രാജ്യങ്ങൾ നമ്മൾക്ക് ഒരു ട്രിപ്പിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. ഏകദേശം 10 ദിവസം, 12 ദിവസം, 9 ദിവസം, 7 ദിവസം, അങ്ങനെ പല ഡേറ്റ് റേഞ്ചിലുള്ള ട്രിപ്സാണ്. ഇതിൽ 4-5 രാജ്യങ്ങൾ അല്ലെങ്കിൽ ഒരു 7 രാജ്യങ്ങൾ വരെ കണ്ടു തിരിച്ചു. ഏതൊക്കെയാണ് ആ രാജ്യങ്ങൾ? ഫ്രാൻസ്, ബെൽജിയം, ലക്സംബർഗ്, ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി, നെതർലാൻഡ്, പല രാജ്യങ്ങളുടെ കോമ്പിനേഷൻസ് ആണ്. ഇതൊരു സെൻട്രൽ യൂറോപ്യൻ കൺട്രീസ് ആണ്. യൂറോപ്പിൽ 28ഓളം രാജ്യങ്ങളുണ്ട്, പല സോണും ഉണ്ട്. ഇപ്പൊ നമ്മൾ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഈ സെൻട്രൽ യൂറോപ്യൻ ട്രിപ്സ് ആണ്. ഇപ്പം ഏത് സമയമാണ് ഈ യൂറോപ്പ് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ്? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. യൂറോപ്പിന് 2-3 പീരീഡ് ഉണ്ട്. ഇപ്പൊ എല്ലായിടത്തെയും പോലെ ചൂട്, തണുപ്പ്, അങ്ങനെയുള്ള പല സമയങ്ങളും കൂടി ഉണ്ടെങ്കിൽ യൂറോപ്പിന്റെ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഓട്ടം സീസൺ ആണ്. ഓട്ടം സീസൺ സ്റ്റാർട്ട്സ് ഫ്രം ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒരു പകുതി വരെ. സെപ്റ്റംബർ പകുതി മുതൽ ഡിസംബർ പകുതി വരെ എന്നൊക്കെ പറയാം. ഇതിൽ ഐഡിയൽ ടൈം എന്ന് പറയുന്നത് ഒക്ടോബർ ആണ്. നല്ല വെതറാണ്, മൈൽഡ് വെതറാണ്. സൈറ്റ് സീയിങ് പ്ലേസസിലൊന്നും വലിയ റഷ് ഇല്ലാത്ത സമയം. പിന്നെ ഈ ഇലകളൊക്കെ യെല്ലോയിഷായി നിൽക്കുന്ന ഒരു പീരീഡും കൂടി ആയതുകൊണ്ട് നല്ല അട്രാക്റ്റീവ് ആയിരിക്കും പ്ലേസസ്. പോകാൻ ബുദ്ധിമുട്ടാണോ? തീർച്ചയായിട്ടും പോവാം, എല്ലാവർക്കും പോവാം. നമുക്ക് യൂറോപ്പ് വിസ കിട്ടുക എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊഫൈലാണ്. എന്നാലും അത്യാവശ്യം ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ബാംഗ്ലൂരുള്ള ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ IT വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈസിയാണോ കിട്ടാൻ? തീർച്ചയായും. നമ്മൾ എംപ്ലോയി ആണെങ്കിൽ വേണ്ട മിനിമം ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് എവിടെ വർക്ക് ചെയ്യുന്നു അവിടെ നിന്നുള്ള ഒരു ലെറ്റർ, അവരുടെ ഒരു NOC ലെറ്റർ, പിന്നെ IT റിട്ടേൺ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ബാങ്കിൽ അത്യാവശ്യം ഒരു 1-2 ലക്ഷം രൂപ ബാലൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മതി. ആ ബേസിക് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ പിന്നെ ട്രാവൽ ഹിസ്റ്ററി 1-2 ഇപ്പൊ സിംഗപ്പൂർ, ദുബായ് അതുപോലെയുള്ള രാജ്യങ്ങളൊക്കെ ട്രാവൽ ചെയ്താണ് കുറച്ച് ബെറ്റർ ആണ്. ഇല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ പ്രൊഫൈല് ഓക്കെ ആണ്, നമ്മൾക്ക് ഈ ഒരു യാത്രക്കുള്ള ബഡ്ജറ്റ് എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്നുള്ളത് എംബസിക്ക് തിരിച്ചറിയാന്നുള്ളതാണ്. അത് അറിയിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും. എത്ര സമയത്തിന് മുമ്പായിട്ട് നമ്മൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം? ബുക്കിംഗ് നമുക്ക് 3 മാസം മുമ്പേ ബുക്കിംഗ് ഓപ്പൺ ആവും. അറ്റ്ലീസ്റ്റ് നമ്മളൊരു 2 months ബിഫോർ ദ ഡിപ്പാർച്ചർ ഡേറ്റ് എങ്കിലും ചെയ്താൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് ഡോക്യുമെന്റേഷൻ ചെയ്തിട്ട് വിസ. ഇപ്പൊ ആദ്യം പോയ ഒരാൾക്ക് വീണ്ടും പോകാൻ പിന്നെ എളുപ്പമാണോ? തീർച്ചയായും. ആദ്യം പോയാൽ ഒരു പ്രാവശ്യം ഷെങ്കൻ വിസ സ്റ്റാമ്പ്ഡ് ആണെങ്കിൽ നമ്മൾ രണ്ടാമത് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു കോപ്പിയും കൂടെ അതിന്റെ കൂടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ കമ്പാരിറ്റീവ്ലി അത് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അതെ.